ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ 6 മണിയായി ഒരുങ്ങാനായിട്ട് റെഡി ആവാനായിട്ട് വീട്ടിലോട്ട് പോവുക. അപ്പം അവിടെ എല്ലാവരും ഒരുങ്ങി തുടങ്ങി, പിള്ളേരെല്ലാം ഒരുങ്ങി തുടങ്ങി. അപ്പം ഞാൻ വീട്ടിലോട്ട് പോയി ഒരുങ്ങാൻ ഓർത്ത്. അപ്പം ഡ്രസ്സും അമ്മയ്ക്കുള്ള കാപ്പിയായിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വെട്ടമില്ല, ഭയങ്കര മഴക്കാറുണ്ട്, രാവിലെ തന്നെ നല്ല മഴക്കാറുണ്ട്. അപ്പം അവരെല്ലാവരും ഒരുങ്ങി തുടങ്ങി. ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. അമ്മ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ റെഡി ആയിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, അവിടെ ചെല്ലാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. കയറാനായിട്ട് പോവുക, സമയം പോയി. ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ സമയം പോയി. എല്ലാവരും അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക വരാൻ പറഞ്ഞുകൊണ്ട്. ഞങ്ങളപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഇതാ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് കയറി ഇരുന്ന് അടിച്ച പോലെ ഉണ്ട്, ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുക. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. തന്നെ അവിടെ സമയം പോയി, ഞങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ? പാലാച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം എല്ലാവരും വന്നു തുടങ്ങാം. രാവിലെ 7 മണിക്കായിരുന്നു പാല് കാച്ച്. അപ്പം ഞങ്ങളതെല്ലാം കഴിഞ്ഞ് എല്ലാവരും നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും കുഞ്ഞമ്മയെക്കാണ്ട് എല്ലാവരെയും ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ പിള്ളേരെല്ലാം കൂടെ ചുമ്മാ ടെറസിൽ വന്നിട്ട് ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വിചാരിച്ച് നമ്മൾ വന്നതാണ്. നമ്മൾ പാല് കുടിക്കാൻ പോവുകയാണ്. എവിടെ പാല്? ഞാൻ കുടിക്കുന്ന ഇട്ടില്ല. അമ്മ കുടിക്കുന്ന പാല് കുടിക്കുന്ന വീട്ടിൽ കുഞ്ഞിനും പാല് കൊച്ചിന് വന്നില്ല. ഹായ് പറ, ഹായ് പറ. എന്റെ മോക്ക് ഞാൻ പാല് കൊടുക്കുവാണേ. ദൈവമേ, എന്റെ സ്നേഹം, ഭയങ്കര സ്നേഹം. എന്റെ മോക്ക് പാല് കൊടുക്കുക. മോള് പാല് കുടിച്ചിട്ട് ഒത്തിരി നാളായി. ഞങ്ങളുടെ മാമന്റെ വക സെറ്റി അടിയൊന്ന് പിടിച്ചിട്ട് സെറ്റിയൊക്കെ ഒന്ന് കാണിക്കട്ടെ. താറാവകയടി കുഞ്ഞമ്മയുടെ വീട്ടുകാരുടെ വക സെറ്റി തൊട്ടിരിക്കും. സെറ്റിയൊക്കെ ഒന്നുകൂടെ ചിലർക്ക് ഭയങ്കര ഷോയാട്ടോ, ഭയങ്കര ഷോയ. ചുമ്മാ എന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ കളിയാക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം കൂടെ ഒരുങ്ങി കെട്ടി വന്നപ്പോൾ എല്ലാം ഞാൻ ക്യാമറ പൊക്കുമ്പോഴേ എല്ലാം കൂടെ തേണ്ട പോസ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അത് ഇത്ര ദിവസം എന്നെ കളിയൊക്കെ കൊണ്ടിരുന്നത് തേണ്ട പിള്ളേരല്ല. എന്ത് ചെയ്യും, അവളെ മെയിനാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാം. ഉച്ചയ്ക്കത്തെ എന്നാ മഞ്ചി? ഉച്ചയ്ക്കത്തെ എന്നാ മഞ്ചി? ബിരിയാണി. ഉച്ചയ്ക്ക് നമുക്ക് എൻ്റെ ചെരുപ്പ് കാണുന്നില്ലടി. ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയാണ്. ഇപ്പം നമുക്ക് പാലപ്പവും ഏതാണ്ടോ കറിയൊക്കെ ഉണ്ട്. അപ്പം നമ്മളിത് കഴിക്കാനായിട്ട് പോവാം. മണക്ക് മുണക്കം തിന്നുക. എന്നാ മതി നമ്മൾ ഫ്രൈഡ് റൈസ് ആണോ ബിരിയാണിയാണോ? ബിരിയാണിയാണോ? ഞാൻ അവരോട് പോയി പറഞ്ഞ എന്നാന്നറിയോ, കഴിച്ചോ തീരുന്നതിന് തീർന്നു പോയിട്ട് പറഞ്ഞിട്ടായിരുന്നു. ഞങ്ങളെ കൊച്ചു മാത്രമേ ഇവിടെ ഇല്ല. ദേവു അവൾക്ക് ഭയങ്കര സങ്കടം. ഈ സങ്കടപ്പെടേണ്ട പോനെ ഞങ്ങൾ അടിച്ചു വിളിക്കുന്നു. ദേവു വെഡിങ് ആനിവേഴ്സറിക്കാനാ ചെലവ്? അടിച്ചു. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. വലിയൊരു കേക്ക് തന്നെ മുറിക്കണം കേട്ടോ. വെഡിങ് ആനിവേഴ്സറി ഇതിപ്പോ പറയാൻ കാര്യം, ചുമ്മാ
ചുമ്മാ മൂന്ന് ഓ ചുമ്മാ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, എന്തെങ്കിലുമൊക്കെ വേണം അല്ലേ? അവർക്ക് പോലും അറിയില്ല കല്യാണം കഴിഞ്ഞാൽ. ഞങ്ങളുടെ ജനുവരി 26 25 വർഷം. ആണോ? ജനുവരിയിലല്ലേ? ഓ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. സെപ്റ്റംബർ 6 നീ പോകണം. അതിനു ചുമ്മാ അടിച്ചു ഓടിക്കാടി. ആഘോഷിക്കുന്നുണ്ടോ? എത്ര വർഷമായി? 20 ദിവസം. ഈ 25 വർഷം ആഘോഷിക്കണം. നമുക്കത് വലിയ ഗ്രാൻഡാക്കി പരിപാടി നടത്തണം. ഇവരൊക്കെ ഒരു വർഷം നമ്മൾ 2 വർഷം ഉണ്ട്. അമ്മയ്ക്ക് 24 അല്ലേ? 24 വർഷം അല്ലേ? ഇവർ 24 അങ്ങനെ ഉണ്ടാക്കും. ഞങ്ങളെ അമ്മ കുരിശൊക്കെ വെച്ച ആദ്യം അതെ, എൻ്റെ തലയിൽ കയറിയ കുരിശെന്നും പറയുക. സങ്കടമൊന്നുമില്ല ആളെ അച്ഛനില്ലാത്തതുകൊണ്ട് മൂത്തത് ഒക്കെ ഭയങ്കര സങ്കടമാണെന്ന് തോന്നുന്നു. അതൊന്ന് ചോദിച്ചോ. ഒക്കെ സങ്കടമായിരുന്നു. പക്ഷെ ഇന്നലെ ഇട്ട് കമ്മലാട്ടാൻ മതിയായിരുന്നതായിരുന്നു. ക്യാമറ കാണാൻ പറ്റും. അറിയാതെ ഞാൻ ക്യാമറ ഇതപ്പെടുത്തി. കൊച്ചിന് ക്യാമറ കാണാൻ പറ്റും. അമ്മ ഇവിടെ യൂട്യൂബ് ചാനൽ എടുത്ത് കണ്ടാൽ മതി. ഇതെല്ലാം അവള് വീഡിയോ ഇടുന്നുണ്ട്. അതിനെടുക്കുക, അവള് വീഡിയോ ഇടാൻ എടുക്കുക. എല്ലാവരും കാണത്തില്ല. എല്ലാവരും കാണും. പിന്നെ കാണാൻ വേണ്ടി വരും. നമ്മള് മനോജ് സമ്മതിക്കണ്ട പോക്കണം. ഞാനാണ് പിടിയാല് 24 ആയില്ല ആകുന്നു. ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്. മുടുക്ക് വെയിലാണ്. ഇപ്പം ഞാൻ വീട്ടിലോട്ട് പോവുക. ദൈവമേ പട്ടി വീട്ടിലോട്ട് പോവുക. പട്ടിക്കും പൂജയ്ക്കും ഒന്നും ചോറ് കൊടുത്തിട്ടില്ല. ഇന്നലെ തൊട്ട് നിങ്ങൾ ആഹാരം വരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്കുള്ള ഫുഡുമായിട്ട് ഞാൻ പോയി. ഇത് വെയിലാണ്. ഫുഡുമായിട്ട് കൊണ്ട് കൊടുക്കാൻ പോവുക. പിന്നെ എൻ്റെ ഫോണിൽ ഒട്ടും ചാർജില്ല. അപ്പോൾ കുത്തിയിടാൻ വേണ്ടി ചാർജറും എടുക്കണം, കൂടെ അമ്മയുടെ ഫോൺ എടുക്കണം. അപ്പോൾ ഞാൻ എല്ലാത്തിനുമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഭയങ്കര ചൂട്. ഈ ഡ്രസ്സാണെങ്കിൽ എൻ്റെ ഞാൻ ഇതിനകത്ത് കയറിയിരുന്ന് തയ്ച്ച പോലുണ്ട്. കാരണം ഓൾറെഡി എനിക്ക് തയ്ച്ച് കിട്ടിയതാണ്. കുറച്ച് ഫിറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടുപ്പിച്ചതാണ്. പക്ഷേ ഭയങ്കര ടൈറ്റായിപ്പോയി. ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പം നമ്മൾ ഫുഡുമായിട്ട് വീട്ടിൽ വന്നു. എന്താ പറഞ്ഞു, അതുങ്ങൾ ഇന്നലെ ഒരു ആഹാരവും കഴിച്ചിട്ടില്ല. അമ്മ പൊന്നി ഒന്നും കഴിച്ചിട്ടില്ല. എന്തിനാ എൻ്റെ പിള്ളേരല്ല വഴിയിലോട്ട് ഇറങ്ങാൻ മേലെ ഉടനെ വണ്ണമില്ലാന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ എണ്ണങ്ങൾ. മെയ്മി വല്യം വെക്കും, മെയ്മി വല്യം കഴിക്കും. നിങ്ങൾക്കൊക്കെ എന്താ അത്ര പ്രശ്നം എനിക്ക് അറിയാൻ വേണ്ടിയിരിക്കും. ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ സോഫയുടെ ഇനിയിപ്പോൾ വരുമ്പോൾ ഇനി വേറെ ആൾക്കാരെ എല്ലാം ആയിരിക്കുന്നത് കേൾക്കണം. വണ്ണമില്ലാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വെയിലിപ്പോൾ ഞങ്ങളോട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണം. എൻ്റെ പൊന്നോ ഭയങ്കര വെയിൽ. ഇതുകൂടെ ടൈറ്റും കൂടെ ആയിട്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനൊക്കെ പരിപാടി വേണ്ടത് അതൊന്ന് അഴിച്ച് വിടാനായിട്ട്. നമുക്ക് ബാക്കി വിശേഷമൊക്കെ കാണാം. ഓക്കെ, ആരിത് നമ്മുടെ ചുണ്ടറി വന്ന് രാവിലെ അവനെ വിളിച്ച് പാടി. ഫ്രിഡ്ജാണ് ഫ്രിഡ്ജ്. അപ്പം 4 മണി കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു. ഇത്ര നേരം എല്ലാവരും വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്കൊന്നും വീടിനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വന്നും പോയി നിൽക്കുക. കുറച്ച് പേര് വരാനുണ്ട്. ഉച്ചയ്ക്കൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു. ഇനി കുറച്ച് പേരൊക്കെ വരാനുണ്ട്. വൈകിട്ടത്തേക്കൊക്കെ ആകുമ്പോൾ എല്ലാവരും അങ്ങ് എത്തും. അപ്പോൾ നല്ല രീതിക്ക് പരിപാടി നടന്നു, സന്തോഷമായിട്ട് നടന്നു. അപ്പം ഇനി എന്താ, ഇനിയിപ്പോൾ ഈ ഡ്രസ്സും കാര്യങ്ങളെല്ലാം പോയി മാറണം. ഭയങ്കര ചൂട്, ഒടുക്കത്തെ ചൂടാണ്. അതുകൊണ്ട് ഡ്രസ്സെല്ലാം പോയി മാറി ഡ്രസ്സൊക്കെ വൈകുന്നേരം വേണം. എന്തെങ്കിലുമൊക്കെ പരിപാടി, ഡാൻസും പരിപാടിയൊക്കെ കാണുമായിരിക്കും. എല്ലാവരും ഇപ്പോൾ താഴെയാണ്. ഞാൻ വീടെടുക്കാമെന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നാൽ അന്നേരം എല്ലാവരും കാപ്പിയോടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കും. ആകെ ക്ഷീണിച്ചിട്ട് കല്യാണമൊക്കെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കല്യാണമൊക്കെ ആകുമ്പോൾ എന്തോ ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എല്ലാവരും എൻ്റെ കല്യാണം പഠിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പം അത്രേ ഉള്ളൂ. ബാക്കി നമുക്കിനി വഴിയെ കാണാം. അയ്യോ, അപ്പോൾ തേണ്ട രാത്രിയായി. ഞങ്ങളെല്ലാം ഇത് ഫ്രഷായി. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്.
എല്ലാവരും ഫ്രഷായിട്ട് ഇപ്പം വീണ്ടും തിരിച്ച് പോയിക്കൊണ്ട് ഞാനിപ്പോൾ വീട്ടിലായിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വൈകിട്ട് കുറച്ചുകൂടെ വരുമെന്നാണ് പറഞ്ഞത്. അവരുടെ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പം പിള്ളേരും വരാനുണ്ട്. അവരവിടെ എന്തോ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ അവരോട് വന്നിട്ട് നമുക്ക് പോകാമെന്ന് ഓർത്ത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നല്ല രീതിക്ക് പരിപാടിയെല്ലാം നടത്താൻ പറ്റി. എല്ലാവരും സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. എന്താ ഒരുപാട് നാൾക്ക് ശേഷമാണ് വീട്ടിലിങ്ങനെ ഒരു ചടങ്ങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് നല്ല തലവേദന ഉണ്ടൊന്ന് കിടന്നുറങ്ങിയാൽ മതിയെന്ന്. വെളുപ്പിനെ 1 മണി എങ്ങാണ്ടായപ്പോഴും ഉറങ്ങിയത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുകയും ചെയ്തു. നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ എല്ലാം വന്നിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് വേണം ക്ഷീണമൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുണ്ട്. വൈകിട്ട് ഡാൻസും പരിപാടി കാണുമായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഇനി. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാണാം. ഓക്കെ ബാ. ഹലോ ഗായ്സ്, ഇത് തന്നിരിക്കുന്നത് അഖില ഇൻസിൽ. അത് പെറ്റ് നെയിം അമ്മു അമ്മുണിക്കുട്ടൻ. അത്ര മുത്രം പൊട്ടിക്കണം. ഇത് വേറെ വല്ലവരുടെ ഒക്കെയാണ് ഞങ്ങൾക്ക് പൊട്ടിക്കുന്നത്. ഇത് എൻ്റെ സുഭാഷിൻ്റെയാണ്. പണ്ടല്ലേ പണ്ട് ഞാനെന്തോ എല്ലാവരും പൈസ. ഇതെനിക്ക് ഇവൻ്റെ വീട് നല്ല വീടല്ല. അപ്പോൾ അത് നല്ല വീടാണ്. ഇനി ക്ലോക്ക് പൊട്ടിച്ചോ? കിട്ടുന്നുണ്ട്. യഥാർത്ഥ മോന്ത അൺബോക്സിങ് ചെയ്തത്. അൺബോക്സിങ് പൊട്ടിക്ക്. നമ്മൾ വീഡിയോ എടുക്കുക. എനിക്ക് യൂട്യൂബിൽ ഇടേ. ഏത് കപ്പോ? എടുത്തോണ്ടിരിക്കുക. എന്താ എൻ്റെ തന്തപ്പടി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അവർക്ക് ചിരിക്കുന്നു. ഗ്ലാസൊക്കെ ഉണ്ടേ. നെക്സ്റ്റ് എൻ്റെ അപ്പൻ അറിയത്തില്ല. എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളവരെ അറിയത്തില്ല. ഇത് എടുക്കുന്ന തേറി പറയും. ഗുരുദേവൻ ആരാണ് തന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആരുടെ പറഞ്ഞു ഗുരുദേവനെ തന്നു? വീടെടുത്തോണ്ടിരിക്കുക. കഴിഞ്ഞില്ലേടി അവിടെ? ഇല്ലാണ്ടുണ്ട്. ഇനി എടുത്തോണ്ട് ഇത് വലിയ ക്ലാസ്സിലെ നിങ്ങളൊരു ഫോട്ടോയ്ക്കകത്ത് പോലും ഒരു ഫോട്ടോയ്ക്കകത്ത് ഹായ് പറഞ്ഞു.
അതപ്പോ അതൊക്കെ ജ്യൂസ് കുടിക്കുന്നേ. ചായ കപ്പ് തന്നിട്ടുണ്ട്. സാരിയോ? അതിനകത്ത് വേറെ ഇരിക്കില്ലേ? പായസം വെക്കാം. അപ്പേരെ കെട്ടി കൊടുത്തോ ചോറ് നല്ല കേട്ടോ. കുഞ്ഞമ്മ വേണ്ട ക്ലോത്ത്. അത് കൊള്ളാം അല്ലേ? അതാ ഹാളിൽ രണ്ട് മുറി മൂന്നെണ്ണം ഉണ്ട്. ഒന്ന് ഹാളിൽ വാതിക്ക് വെക്കാൻ മേടിച്ചു. ഞാൻ പറഞ്ഞു വാതിക്ക് ഞങ്ങൾ വെക്കാൻ മേടിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഓൾമാര് പറഞ്ഞു നാളെ വാതിക്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ആരാന്ന് എന്നോട് പറഞ്ഞത്? ഇത് ഓൾമാരാ പറഞ്ഞത്. എന്നെ കുറയ്ക്കുന്നത് അയ്യോ ഉറക്കാൻ വരുക. അങ്ങനെ അൺബോക്സിങ് വീഡിയോ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ വരുന്നപ്പോഴേക്കും എല്ലാവരും അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് മാത്രമേ ഇത് കൊള്ളാം അല്ലേ? നല്ല കപ്പ് സോസറൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. കപ്പ് സോസ് മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല വെള്ള വെള്ള കേട്ടോ. ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാത്ത മോന്താണ്. ചുണ്ടൊന്നും ലിപ്സ്റ്റിക് ഇല്ലാത്ത മോന്ത ഇല്ലാത്ത പോലെ. ഹലോ, അപ്പം സമയം ഇപ്പോൾ 10 മണിയാവാറായിട്ടുണ്ട്. എനിക്കാണ് തലവേദന എടുത്തിട്ട് പോയി. ഉറക്കം ശരിയാകാത്തതുകൊണ്ട് നല്ല തലവേദനയുണ്ട്. അപ്പം എന്താ ഇപ്പം എല്ലാവരും എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി തുടങ്ങി. വൈകിട്ടാണ് തോന്നുന്നു കൂടുതൽ ആൾക്കാർ വന്നത്. കാരണം ജോലി തിരക്കൊക്കെ ആയിട്ടോ കുറേ പേര് പകൽ പോയല്ലോ. അപ്പോൾ അവരെല്ലാം വൈകിട്ടാണ് വന്നത്. അപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്തായാലും പരിപാടിയൊക്കെ നല്ല രീതിക്ക് നമുക്ക് നടത്താൻ പറ്റി. എല്ലാവരും നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പോയിട്ടുണ്ട്. എന്നാലും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്യുന്നത് എൻ്റെ വല്യച്ഛനെയാണ്. സത്യം പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഈ വീടിങ്ങനെ പണിത് കാണണമെന്ന്. പക്ഷെ അച്ഛന് കാണാൻ പറ്റിയില്ല. അപ്പോൾ അത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ആങ്ങള അവനും ഇല്ല ഞങ്ങളിവിടെ. ഞങ്ങൾ 5 പെൺപിള്ളേരാണ്. അവനോടകത്ത് വേണ്ടതായിരുന്നു. പക്ഷേ അവനും ഇല്ലാതായിപ്പോയി. നല്ല പൊള്ളിയാനുണ്ട്. നല്ല ഇടി മഴയാണ് ഇവിടെ. അപ്പം അവനും ഇല്ല, വല്യച്ഛനും ഇല്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരെ 2 പേരെയാണ് ഈ പരിപാടിയിൽ. കാരണം ഞങ്ങളുടെ വീട്ടിൽ കയറിത്താമസം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നാൾ കൂടിയാണ് ഇപ്പം ഇങ്ങനൊരു ചടങ്ങ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു അവസ്ഥയിൽ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരെ 2 പേരെയാണ്. നല്ല സങ്കടമുണ്ട് എല്ലാവർക്കും. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, തുടക്കം തൊട്ടേ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് എങ്ങനെയെങ്കിലും വീഡിയോസ് എടുത്ത് മാക്സിമം എനിക്ക് എൻ്റെ വരെങ്കിലും എനിക്ക് കൊണ്ടെത്തിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിയാറായി, ഏകദേശം കഴിയാറൊക്കെ ആയി. അപ്പോൾ വീട്ടിലോട്ട് എല്ലാവരും പോവും. അതിനുശേഷം അനിയത്തി വന്നിട്ടുണ്ട്. അവിടുത്തെ നമുക്ക് ചോദിക്കും പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ
പിള്ളേരാരും വീഡിയോക്കകത്ത് വരത്തില്ലെന്നേ. ഞാൻ പിന്നെ പറയണം. പിന്നെ രാവിലെ വന്നു കേട്ടോ, രാവിലെ എല്ലാവരും ഒരുങ്ങി കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എവിടെ ക്യാമറ പൊക്കിയാലും എല്ലാവരും കൂടെ തൂങ്ങി നിന്നേ എന്ന് പുറകെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോലം ശരിയല്ലാത്തത് കൊണ്ട് പിള്ളേരാരും വരത്തില്ല. അപ്പം ഞാൻ ഉറക്കം വരുന്നുണ്ട്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ